നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം റീസെൻ്റ്ലി ഇൻവൈറ്റ് ചെയ്തൊരു ആപ്ലിക്കേഷൻ 167 ട്രെയിനീസിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. NLC ലിമിറ്റഡ് എന്ന സ്ഥാപനം. NLC ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും അറിയണമെന്നില്ല. പക്ഷേ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിയാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലാണ് നെയ്വേലി എന്ന് പറഞ്ഞ സ്ഥലം. നെയ്വേലിയിൽ കോൾ ഡെപ്പോസിറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ്. കൽക്കരിയുടെ ഡെപ്പോസിറ്റ്സ് ഉള്ള ഒരു ഭൂപ്രദേശമാണ്. ഈ കൽക്കരിയുടെ തന്നെ മറ്റൊരു വകഭേദം, അല്ലെങ്കിൽ കോളിൻ്റെ മറ്റൊരു വകഭേദമാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്ന സാധനം. ശരിക്കും പറഞ്ഞാൽ ലിഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം സെഡിമെൻ്ററി റോക്കാണ്. കാർബണിൻ്റെ അംശം വളരെ കൂടുതലുള്ള, കൽക്കരി പോലെ തന്നെ കമ്പസ്റ്റബിളായുള്ള, കത്തുന്ന ഒരു പ്രത്യേകതരം രാസവസ്തുക്കൾ അടങ്ങിയ, അല്ലെങ്കിൽ കോളിൻ്റെ അംശം കൂടുതലുള്ള ഒരു സെഡിമെൻ്ററി റോക്കിനെയാണ് നമ്മൾ ലിഗ്നൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെർമൽ പവർ പ്ലാന്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ വൈദ്യുതി വരുന്നത് പലതരത്തിലുള്ള പവർ പ്ലാന്റുകളിൽ നിന്നാണ്. അതിലൊന്ന് തെർമൽ പവർ പ്ലാന്റ്, അതായത് കൽക്കരി ഉപയോഗിച്ചുള്ള പവർ ജനറേഷൻ. ആ കൽക്കരിയുടെ തന്നെ മറ്റൊരു വകഭേദമായ ലിഗ്നൈറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ ഈ ലിഗ്നൈറ്റിൽ നിന്നും വളരെ എഫിഷ്യൻ്റായി, കൽക്കരിയേക്കാൾ എഫിഷ്യൻ്റായി തന്നെ നമുക്ക് ഇന്ധനമായി ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഈ ലിഗ്നൈറ്റ്, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ്റെ അവരുടെ ഒരു മെയിൻ ഏരിയ അതാണ്. അപ്പോൾ നേരത്തെ അവരുടെ പേര് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ആയിരുന്നു. ഇപ്പോൾ NLC ലിമിറ്റഡ് എന്ന പേരിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. ഇതൊരു സർക്കാർ ഉടമസ്ഥതയിലുള്ള, സെൻട്രൽ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്. അപ്പോൾ ഇവർ ഇൻവൈറ്റ് ചെയ്തേക്കുന്ന എക്സിക്യൂട്ടീവ് ട്രെയിനീസ് എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷനിലേക്ക് 167 പേരെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ഇത് ട്രെയിനിങ് പീരീഡ് 1 വർഷമാണ്. ആ 1 വർഷത്തെ ട്രെയിനിങ് പീരീഡിലും ശമ്പളത്തിന് തുല്യമായ ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം സ്ഥിരപ്പെടുത്തി കഴിയുമ്പോൾ അതിലും ഉയർന്ന ഒരു വരുമാനം നിങ്ങൾക്ക് 2ാം വർഷം മുതൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ മികച്ച ഒരു അവസരമാണ്. നമ്പേഴ്സ് ചെറുതല്ല, 167 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് എക്സിക്യൂട്ടീവ് ട്രെയിനീസ് എന്നൊരു ഡെസിഗ്നേഷൻ. ടു ബി വെരി സ്പെസിഫിക്, ഗ്രാജുവേറ്റ് എക്സിക്യൂട്ടീവ് ട്രെയിനീസ് എന്നാണ് അവർ ആ പൊസിഷനെ വിളിച്ചിട്ടുള്ളത്. ഗ്രാജുവേറ്റ് എക്സിക്യൂട്ടീവ് ട്രെയിനീസ്. അപ്പോൾ ഈ സെലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ഗേറ്റ് സ്കോറിൽ നിന്നാണ് ഈ സെലക്ഷൻ ഉള്ളത്. അപ്പോൾ 2024 അതിനു മുമ്പോ നിങ്ങൾ BTech BE കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾ ഗേറ്റ് പരീക്ഷ 2024 അപ്പിയർ ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ 2024 ഗേറ്റ് പരീക്ഷയുടെ സ്കോറിനെ ബേസ് ചെയ്തായിരിക്കും സെലക്ഷൻ നടത്തുക. അപ്പോൾ വേക്കൻസീസും അതിനകത്ത് ഏതൊക്കെ ഡൊമൈനുകളിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. മെക്കാനിക്കൽ ഡൊമൈനിൽ 84 വേക്കൻസി ഉണ്ട്, ഇലക്ട്രിക്കലിൽ 48 വേക്കൻസി, സിവിലിൽ 25 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ 10 വേക്കൻസി. അപ്പം ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഈ മേഖലയിൽ BE അല്ലെങ്കിൽ BTech ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ ഗേറ്റ് 2024 ഒരു ഗേറ്റ് സ്കോർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്ത് കളയരുതാത്ത ഒരു സുവർണ അവസരമാണ് NLC നിങ്ങളുടെ മുന്നിൽ തരുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കൺസേൺ ഡൊമൈനിൽ, ഏത് ഡൊമൈനിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിലുള്ള ഒരു എഞ്ചിനീയറിംഗ് വേണം. അതായത് സിവിലിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, സിവിൽ വേക്കൻസിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BE ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇത് നിങ്ങൾക്ക് വേണം. അത് ഫുൾ ടൈം ആണെങ്കിലും കുഴപ്പമില്ല, പാർട്ട് ടൈം ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പാർട്ട് ടൈം ചെയ്തവർ കാൻഡിഡേറ്റ്സ് കാണും ചിലപ്പോൾ. അങ്ങനെയുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാമെന്നവർ പറയുന്നുണ്ട്. ഫുൾ ടൈമിനും അപ്ലൈ ചെയ്യാം. 60% മാർക്ക് BEക്കോ BTechനോ കൺസേൺ ഡൊമൈനിൽ വേണം. അപ്പോൾ നിങ്ങൾ BTech മെക്കാനിക്കലുകാരാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് BTechൽ നിങ്ങൾക്ക് 60% മാർക്ക് വേണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇത് മാത്രമേ അവർ എലിജിബിലിറ്റി പറയുന്നുള്ളൂ. അപ്പോൾ 60% മാർക്കുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾക്ക് 2024 ഒരു ഗേറ്റ് സ്കോറും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും അപ്ലൈ ചെയ്യാം. ഏജ് 30 വയസ്സിൽ താഴെ ആയിരിക്കണം എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ 30 ബിലോ ഏജ് ആയിരിക്കണം. ഇനി സാലറി സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് സാലറി, അതായത് നിങ്ങളുടെ ട്രെയിനിങ് പീരീഡിൽ നിങ്ങളുടെ സാലറി 50,000 to 1,60,000, അതായത് അവരുടെ ആ ഒരു പേ സ്കെയിലാണ് അവർ പറയുന്നത്. 50,000 മുതൽ 1,60,000 വരെ ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ പേ സ്കെയിൽ വരിക. ഇനി നിങ്ങൾ ആ ട്രെയിനിങ് പീരീഡിലെ പേ സ്കെയിലാണ് ഇത് പറഞ്ഞത്. നിങ്ങളെ 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് നിങ്ങളെ പെർമനൻറ്റ് സ്റ്റാഫാക്കി അവർ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി 60,000 to 1,80,000 എന്നുള്ള സ്കെയിലിലേക്ക് മാറും. 60,000 മുതൽ 1,80,000 എന്നുള്ള സ്കെയിലിലേക്ക് 2ാം വർഷം മുതൽ നിങ്ങൾ മാറും. അപ്പോൾ ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്താണ് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക.
ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഗേറ്റ് സ്കോറിനെ ബേസ് ചെയ്ത് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിൽ നിന്നും ഒരു ഷോർട്ട് ലിസ്റ്റ്, ഒരു ചുരുക്കപ്പട്ടിക അവരുണ്ടാക്കും. അതിനെ ബേസ് ചെയ്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ, നല്ലൊരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്റ്റഡ് ആയി ആദ്യ റൗണ്ട് ക്ലിയർ ചെയ്യാം. രണ്ടാമത് ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് NLCയുടെ ഭാഗമാകാനുള്ള അവസരമുണ്ട്. 167 വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇടും. അത് ക്ലിക്ക് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സമയം, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് January 15, 2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. 2025 ജനുവരി 15-നുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും മികച്ച ഒരു അവസരമാണ്. പ്രത്യേകിച്ച് ഗേറ്റ് 2024 എഴുതിയ ഒരു കാൻഡിഡേറ്റിന്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ്, അതും 60% ഉള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ്. അപ്പോൾ ഈ അവസരം ഒട്ടും നഷ്ടപ്പെടുത്താതെ ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും 2-ലധികം വീഡിയോസ് ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കരിയർ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡ് ആൻഡ് ടിപ്സായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ഓപ്പർച്യൂണിറ്റി ആവശ്യമുള്ളവരുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കേണ്ട. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.